ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ വൃശ്ചിക രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചിക രാശിക്ക് 2-ാം ഭാവത്തിൽ ചൊവ്വ, ശുക്രൻ, 3-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 4-ാമിടത്തിൽ ശനി, 5-ാം ഭാവത്തിൽ രാഹു, 6-ൽ വ്യാഴം, 11-ൽ കേതു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് അല്ലെങ്കിൽ വൃശ്ചിക കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ സഹായ സ്ഥാനത്തിൽ നിൽക്കുന്ന സൂര്യൻ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. 2-ൽ ശുക്രൻ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ൽ രാഹു അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത്. ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഒരു മാസമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഗുണാധിക്യത്തിന് ചെറിയൊരു ഗുണാധിക്യത്തിനുണ്ട്. ഏതൊക്കെ ഗുണാധിക്യം എന്ന് വെച്ച് പറഞ്ഞാൽ തൊഴിലിൽ ഒരു മുന്നേറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കണ്ട് ധനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സഹായഹസ്തങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സഹായിക്കുന്നവരെല്ലാം സഹായിക്കാൻ തയ്യാറായിട്ട് വന്ന് നിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വീട് പണിയെല്ലാം അല്ലെങ്കിൽ ഗൃഹാരംഭ പ്രവേശനത്തിനെല്ലാം തടസ്സത്തോടുകൂടി എന്തെടുത്താലും തടസ്സത്തോടെ ഇരിക്കുന്ന ഒരു മേഖലകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം തടസ്സങ്ങൾ നീങ്ങി അതിൽ പുരോഗമനം വരുവാനുള്ള സാധ്യതയും, ഗൃഹസംബന്ധമായിട്ട് അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ട് വീടുകൾ പണി തുടങ്ങുവാനും അതുപോലെ തന്നെ നിർത്തിവെച്ച പണികൾ പൂർത്തീകരിക്കുവാനും ഉള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ഉള്ളത്. കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവിടെ കുറച്ച് സമാധാനം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഇവർ കടബാധ്യതകൾ കുറച്ച് കൂടുതലായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു വന്നിരിക്കുന്നത്. അതിനെല്ലാം കുറച്ച് ചെറുത്ത് നിൽക്കുവാനുള്ള സാധ്യത ഈ മാസത്തിൽ ഇവർക്ക് കാണുന്നുണ്ട് എന്ന് പറയാം. വ്യാഴത്തിങ്കൽ വെച്ച് പറഞ്ഞാൽ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് അതുപോലെ തന്നെ നിവേദ്യം, പാൽപായസ നിവേദ്യം അല്ലെങ്കിൽ തിരുമധുരം എന്നിവയും തുളസിമാലയും ചാർത്തുന്നത് മൂലം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ധനകാരകനായിട്ടുള്ള ധനസമൃദ്ധിയായിട്ടുള്ള കാരകനായിട്ടുള്ള വ്യാഴത്തിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ കുറേയേറെ ഈ മാസത്തിൽ ധനവരവിനും ധനച്ചെലവിനും കടബാധ്യതയ്ക്കെന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാതാവിന് വേണ്ടി ചിലപ്പോൾ പൈസ, അതായത് ആശുപത്രിവാസത്തിന് വേണ്ടി ചിലപ്പോൾ മാതാവിന് വേണ്ടി പൈസ ചിലവാക്കുവാനുള്ള സാധ്യതകൾ ആശുപത്രിവാസം കാണുന്നുണ്ട്. എന്നിരുന്നാലും അത് മനപ്രയാസത്തിനുണ്ടാക്കുന്ന ഒരു കാരണമായിട്ട് മാറില്ല, അത് വരും. അതുപോലെ ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ച് നീങ്ങി വരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും സന്താനങ്ങൾ മൂലം ധനം വന്ന് ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സന്താനങ്ങളെ പറ്റി ദുഃഖിച്ചിരിക്കുന്നവർക്കെല്ലാം അതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഈ മാസം ഉള്ളത്. പൊതുവെ സഹായഹസ്തങ്ങൾ തേടി വരും എന്ന് തന്നെ പറയാം. 4-ാം ഇടത്തിൽ നിൽക്കുന്ന കണ്ടകശനിയുടെ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് ഈ മാസത്തിൽ കുറഞ്ഞൊഴിഞ്ഞു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാസ്താവെങ്കിൽ നീരാഞ്ജനവും നെയ്വിളക്കും കഴിക്കുന്ന പക്ഷം അല്ലെങ്കിൽ അയ്യപ്പ ഭജനം അല്ലെങ്കിൽ ശാസ്താ ഭജനം എന്നിവയെല്ലാം നടത്തുന്നത് കാരണം കൊണ്ട് കുറേയേറെ ആശ്വാസങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ എടുത്തു ചാടി ഒന്നിലും പ്രവേശിക്കരുത്. ആലോചിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടിയതാകും. അവനവൻ ചെയ്യുന്ന തൊഴിൽ വിട്ട് വേറൊരു തൊഴിലിലേക്ക് ഇപ്പോൾ പ്രവേശിക്കേണ്ട എന്നാണ് പറയുന്നത്. ഉള്ള തൊഴിലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉള്ള തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാന വർധനവ്, കുറച്ച് വരുമാന വർധനവ് വരുവാനുള്ള സാധ്യതയുണ്ട്. ലാഭവിഹിതം വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനെ ചെറുത്ത് നിൽക്കുക. അതുപോലെ ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറാക്കരുത്. ചിലപ്പോൾ ഭാഗ്യപരീക്ഷണം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഊഹ കച്ചവടങ്ങൾ, ഷെയർ മാർക്കറ്റുകൾ, അങ്ങനെയുള്ള ഈ ചൂതുകളി എന്നിവയിലെല്ലാം ധനങ്ങൾ ചിലവാക്കുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അനാവശ്യമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ ധനനഷ്ടം തന്നെ വരുവാനുള്ള സാധ്യതയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഉദ്ദിഷ്ട കാര്യം നടക്കാൻ കുറച്ചൊരു സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ആ കാര്യങ്ങളെല്ലാം സാധിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദിഷ്ട യാത്ര കൊണ്ട് ചിലപ്പോൾ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള സന്ദർശനത്തിനും വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്കും അല്ലെങ്കിൽ വിദേശ സംബന്ധമായിട്ടുള്ള പഠനത്തിനെല്ലാം ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ അത്ര അനുകൂലകരമല്ല എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് അത് പിന്നീടിലേക്ക് മാറ്റിവെക്കുക. അതുപോലെ തന്നെ വിദേശത്തേക്ക് വേണ്ടി ധനം കൈമാറുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഏജൻറ്റ് മുഖേനയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഖേനയോ സുഹൃത്തുക്കൾ മുഖേനയോ എല്ലാം ചിലപ്പോൾ ഓൺലൈൻ മുഖേനയെല്ലാം വന്നിട്ട് ഈ
കരാറുകൾ ബന്ധപ്പെട്ട് ധനം കൈകാര്യം ചെയ്യുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ കബളിപ്പിക്കുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെല്ലാം ഇപ്പോൾ നിൽക്കാതെ കുറച്ച് കാലത്തേക്ക് നീട്ടിവെച്ച് അത് അനുകൂല സമയം വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയ്ക്ക് കൊണ്ട് സ്വന്തം ബിസിനസ് ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഈ മാസത്തിൽ പൊതുവെ കുറച്ച് ഗുണാനുഭവങ്ങളുള്ള മാസമാണ്. എന്നിരുന്നാലും സ്വന്തം ബിസിനസ് ചെയ്യുന്നവരെല്ലാം അധികം ബിസിനസ്സിന് വേണ്ടി പണം ചെലവഴിച്ച് ഒരുപാട് വസ്തുക്കൾ വാങ്ങിക്കൂട്ടി നശിക്കാത്ത വസ്തുക്കളാണ് കുഴപ്പമില്ല, നശിക്കാതെ ഉള്ള വസ്തുക്കളാണ് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് ചെലവുകൾ വരുന്ന ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം വളരെ ശ്രദ്ധിക്കും. മുൻകൂട്ടി കാര്യങ്ങൾ അതിബുദ്ധി കാണിക്കരുത് എന്നാണ് പറയുന്നത്. മുൻകൂട്ടി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേസ്റ്റായി പോവുകയോ ചിലപ്പോൾ വില കമ്മിയായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അതുപോലെ ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർക്ക് അനുകൂലപരമായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കുറച്ചൊരു അലസത ഉണ്ടാകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. സന്താനങ്ങൾക്ക് മൂലം ചില മനസ്സിന് വിഷമങ്ങളെല്ലാം വരികയാണെങ്കിൽ അതിനെല്ലാം പരിഹാരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വാഴത്തെങ്കിൽ പരിഹാരമായി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകും. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു ദോഷകാലമാണ്. മൃത്യുഞ്ജയ ഹോമം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതായത് ആപത്ത് പിടിച്ച മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഉദാഹരണത്തിന് സേനാധിപത്യം വഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ കരസേന, നാവികസേന, ഷിപ്പ് യാർഡ് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന പൈലറ്റ് സംബന്ധമായിട്ടുള്ള എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ കുറച്ചൊരു ദോഷപരിതമായിട്ടുള്ള സമയമാണ്. അത് ദോഷത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ശിവനെങ്കിലും മൃത്യുഞ്ജയ ഹോമമോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിക്കുക. മൃത്യുഞ്ജയ ഹോമമാണെങ്കിൽ വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്കും ദോഷാധികം കുറഞ്ഞു കിട്ടും. വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വരുത്തണം. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. മനസ്സ് ഒന്ന് ക്ലിയറായിട്ട് മനസ്സിൽ ചെയ്യണം, അലസത കൂടാതെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഭാഗ്യവർദ്ധനവിനെല്ലാം നിങ്ങൾക്ക് അനുകൂലപരമായിട്ടുള്ള സാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസർമാർക്കെല്ലാം വൻകിട പണം ചിലവാക്കി പൈസ ഇറക്കി ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു ദോഷകരമായിട്ടുള്ള സമയമാണ്. എന്തെങ്കിലും പേപ്പർ വർക്കുകളെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ മാസത്തിൻ്റെ ആദ്യം ചെയ്തു വയ്ക്കുക, അവസാനത്തേക്ക് കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. പുതിയ അവസരങ്ങൾ തേടി വരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നു. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ സൂക്ഷ്മത കൈവരിച്ച് വേണം ചെയ്യാൻ. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഗുണാധിക്യം കാണുന്നുണ്ട്. IT സംബന്ധമായിട്ടും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടും മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടും ഖനന സംബന്ധമായിട്ടും ലോക സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ച് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണ്, ഗുണദോഷ മിശ്രത്തിൽ കുറച്ചൊരു ഗുണാധിക്യം കിട്ടുന്ന ഒരു സമയമാണ്. ഇതുകൂടാതെ നക്ഷത്ര പ്രകാരമുള്ള വഴിപാടുകൾ കൂടെ ചെയ്തു വരണം പറയണം. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം ചിലപ്പോൾ നീണ്ടുപോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. എന്നിരുന്നാലും നടക്കുവാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം, കുറച്ച് കാലതാമസം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നക്ഷത്ര പ്രകാരം ചെയ്യാവുന്ന വഴിപാട് വിശാഖ നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണു പ്രീതിയും, അനിഴ നക്ഷത്രക്കാർക്ക് ശാസ്താവെങ്കിൽ ഈ പറഞ്ഞമാതിരി എള്ളു പായസം അല്ലെങ്കിൽ നീരാഞ്ജന നെയ്വിളക്ക് എന്നിവ നടത്തുകയും ശാസ്താവദനം ചെയ്യുന്നത് കാരണം കൊണ്ട് കുറേ ദോഷങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്കെല്ലാം ശ്രീരാമക്ഷേത്രത്തിൽ വഴിപാട്, മീനൂട്ട് കർമ്മം, അതുപോലെ ഭാഗ്യസൂക്തം, തുളസിമാല എന്നിവയെല്ലാം നടത്തുന്നത് കാരണം കുറേയേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നമസ്കാരം.